നമസ്കാരം. എൻ്റെ കഴിഞ്ഞ മെസ്സേജിൽ ഞാൻ പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചില ശാരീരിക ബുദ്ധിമുട്ട്, തലകറക്കം, ഛർദ്ദിക്കാൻ വരുന്നത് പോലുള്ള തോന്നൽ, ദേഹം വേദന, തലവേദന, കുളിര് കോരിയിടുന്നത് പോലെ അവസ്ഥ, തീ നല്ല ചൂട് പിടിക്കുന്നത് പോലൊരു അവസ്ഥ, രോമാഞ്ചം പോലുള്ള അനുഭവങ്ങൾ. അപ്പൊ ഇങ്ങനെ പല അനുഭവങ്ങളും ഈ പ്രാർത്ഥനയെ അനുഭവിക്കുമ്പോൾ അതിനർത്ഥം നമ്മുടെ പ്രാർത്ഥനയിൽ ഈ പോസിറ്റീവ് ശക്തികൾ, നമ്മുടെ അന്തരീക്ഷത്തിൽ പ്രകൃതി മൊത്തം നിറഞ്ഞു നിൽപ്പുണ്ടല്ലോ, പല ശക്തികൾ, അദൃശ്യ ശക്തികൾ, അതിലെ പോസിറ്റീവായ ചില ശക്തികൾ നമ്മളിലേക്ക് കൂടുതൽ സ്വാധീനിക്കുകയും ശരിക്കും നമ്മളിലുള്ള നെഗറ്റീവ് ശക്തികൾ പുറത്തു പോകാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ അത് തോറ്റുമാറാറാകുന്നു എന്നതിന്റെയൊക്കെ ഒരു തെളിവുകളാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ എന്ന് ഞാൻ പറഞ്ഞു. അതിൽ വിശദീകരിച്ച് ഇത് കേൾക്കേണ്ടവർ കഴിഞ്ഞ മെസ്സേജ് ഒന്ന് കേട്ടു നോക്കിയാൽ അതിൽ വിശദീകരിച്ച് പറയുന്നുണ്ട്. എന്നാൽ ചിലർ എന്നോട് നല്ല രീതിയിലുള്ള അനുഭവങ്ങൾ അനുഭവിക്കുന്നതായിട്ട് ചിലർ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ചിലർക്ക് പ്രത്യേകിച്ച് അനുഭവങ്ങളൊന്നും വരുന്നില്ല എന്നും പറയുന്നുണ്ട്. ചിലർ പറയുന്നു ചെറിയ രീതിയിൽ, ചെറിയ തരിപ്പ് പോലെയും രോമാഞ്ചം പോലെയും നെറ്റിയിൽ ചില പ്രകാശം പോലെയും ഇങ്ങനെയൊക്കെയുള്ള ചില അനുഭവങ്ങൾ ചെറിയ രീതിയിൽ വരുന്നതായിട്ടും ചിലർ പറയുന്നുണ്ട്. എന്നാൽ ഈ പറയുന്നത് പോലെ നെഗറ്റീവ് ശക്തികൾ അല്ലെങ്കിൽ ആ ഒരു എനർജി നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നതും അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും അനുഭവിക്കുന്നില്ല എന്ന് ചിലർ എന്നെ വിളിച്ച് പറയുന്നുണ്ട്. പക്ഷെ ചിലർക്ക് അനുഭവങ്ങൾ ഉണ്ടെന്നും പറയുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ പലർക്കും പല രീതിയിൽ വരുന്നത് എന്നതിനെ കുറിച്ചാണ് കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഈ നെഗറ്റീവ് ശക്തികൾ നമ്മൾ പ്രാർത്ഥിച്ച് തന്നെ ആ പോസിറ്റീവ് ശക്തി നമ്മളിലേക്ക് കൂടുതൽ കൂടുതൽ സ്വാധീനിച്ച് വരുമ്പോൾ ഈ നെഗറ്റീവ് ശക്തികൾ വിട്ടു പോകുമെന്നും അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതിനെയൊക്കെ പുറത്താക്കി തരണം എന്ന രീതിയിൽ ദൈവത്തോട് ശക്തമായി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുന്നതെല്ലാം ഒരു മൂന്നാമത്തെ സ്റ്റേജ് ആയിട്ടുള്ള ഒരു ലെവലാണ്, ഒരു പ്രാർത്ഥനാ ലെവലാണത്. അപ്പൊ ആദ്യത്തെ സ്റ്റേജും രണ്ടാമത്തെ സ്റ്റേജും കഴിഞ്ഞിട്ടാണ് ഈ മൂന്നാമത്തെ സ്റ്റേജിൽ ഈ വിധ പ്രക്രിയ നമുക്ക് സക്സസ് ആവുള്ളൂ. അപ്പൊ ആദ്യത്തെ സ്റ്റേജൊക്കെ എന്റെ മുൻ മെസ്സേജിൽ കേട്ടാൽ മനസ്സിലാകും, ദൈവവുമായി, സൃഷ്ടാവ് ദൈവമായിട്ടുള്ള ഒരു സംസാരം. അപ്പൊ പലർക്കും ഇതൊന്നും പലതും പിടികിട്ടിയിട്ടില്ല. ഇപ്പൊ ധ്യാനിക്കേണ്ടത് എങ്ങനെ, ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള ആ വ്യവസ്ഥയിൽ എന്തെങ്കിലും ധ്യാനമുണ്ടോ, എവിടെയാണ് കോൺസെൻട്രേഷൻ ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെ ചോദിച്ച് പലരും ഇപ്പോഴും എന്നെ വിളിക്കുന്നുണ്ട്. അപ്പം എന്റെ മുൻ മെസ്സേജുകളിലെല്ലാം ഇതൊക്കെ ഞാൻ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കേട്ട് നോക്കിയാൽ ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലാകും. ദൈവം ആഗ്രഹിക്കുന്ന ധ്യാനം പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യം അതോട് നമ്മൾ സ്വന്തമായ ഒരു കണക്ഷൻ ഉണ്ടാക്കുക, നമ്മൾ തന്നെ ഒരു കണക്ഷൻ ഉണ്ടാക്കുക. ആൾറെഡി കണക്ഷൻ ഉണ്ട്, പക്ഷെ നമ്മളത് അറിഞ്ഞുകൊണ്ടൊരു കണക്ഷൻ ഉണ്ടാക്കുക. ഇതാണ് ശരിക്കും എന്റെ ധ്യാനം. അപ്പോൾ ഉള്ളിലുള്ളിൽ തന്നെ, നമ്മുടെ മനസ്സിലൂടെ തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം പറയുകയും ചോദിക്കുകയൊക്കെ ചെയ്യുന്നതാണ് എന്റെ ധ്യാനം. എന്നാൽ നമ്മുടെ എല്ലാ മനുഷ്യർക്കും, എല്ലാ ജീവജാലങ്ങൾക്കും അവരവരുടെ മനസ്സിലൂടെ തന്നെ ഇത് നടന്നുകൊണ്ടിരിപ്പുണ്ട്. ഈ പ്രക്രിയ ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങളും നടന്നുകൊണ്ടിരിപ്പുണ്ട്. പക്ഷെ മനുഷ്യര് വേണം ഇത് തിരിച്ചറിഞ്ഞ് ചെയ്യേണ്ടത് ഈ മനുഷ്യ ജന്മത്തിലാണ്. മൃഗങ്ങൾക്ക് അത് തിരിച്ചറിഞ്ഞ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ മനുഷ്യരിത് തിരിച്ചറിയുമ്പോഴാണ് അവന്റെ ജന്മം പൂർത്തീകരിച്ച് ശരിക്കും അവൻ ആ സത്യത്തിലേക്ക്, അല്ലെ ആ സൃഷ്ടാവിന്റെ ആ മോക്ഷ ലെവലിലേക്കൊക്കെ എത്തുന്നത്. ഈ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് സകലതും ഉപേക്ഷിച്ച് ആ ദൈവത്തിൽ മാത്രം മതി എന്ന ലെവലിലേക്ക് അവൻ എത്തുമ്പോഴാണ് ഈ മോക്ഷപ്രാപ്തിയിലേക്ക് പോകുന്നത്. അപ്പൊ ഈ തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ് ചുരുക്കം പറഞ്ഞ ഈ ജന്മങ്ങളെ ഭൂമിയിലുള്ളത്. മൃഗങ്ങൾക്ക് ഈ തിരിച്ചറിവിന്റെ ആവശ്യം വരുന്നില്ല. പക്ഷെ മനുഷ്യന്റെ മെയിൻ ഉദ്ദേശമേ ഈ വിധ സത്യങ്ങളും ആത്മീയ രഹസ്യങ്ങളും മർമ്മങ്ങളെല്ലാം തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം, നിങ്ങൾ സദാസമയം നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ തിരിച്ചറിയാതെ ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷെ ഞാനീ പറയുന്നത് നിങ്ങൾ അത് തിരിച്ചറിയണം എന്നാണ്. അല്ലാതെ ഇത് ഞാനീ പറയുന്ന പുതിയ പ്രാർത്ഥന എന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്, ഇത് പുതിയ കാര്യമാണെന്ന് വിചാരിക്കരുത്. നമ്മുടെ മനസ്സിൽ വരുന്ന നമ്മുടെ ചിന്തകളും സംശയങ്ങളും തന്നെയാണ് യഥാർത്ഥ പ്രാർത്ഥന. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇപ്പൊ നിങ്ങൾക്ക് ഒരു വിഷയം സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങൾ നടന്നില്ല, സക്സസ് ആയില്ല, ധനനഷ്ടം വന്നു. അപ്പൊ നിങ്ങളുടെ മനസ്സിലെ ചിന്തകൾ എന്താണ്? പക്ഷെ എന്തുകൊണ്ട് ആ കാശ് പോയി? ഞാനല്ലല്ലോ ഞാൻ വിചാരിച്ചത്, എന്നിട്ടും അത് പോയല്ലോ, ഇനി എന്ത് ചെയ്യും? ഞാൻ ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? ഇതെല്ലാം നിങ്ങളുടെ മനസ്സിന്റെ അടുത്ത ചിന്തകളാണ്. എങ്ങനെ ഈ ധനനഷ്ടം വന്നപ്പോ അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നപ്പോ ഇത് ഓവർകം ചെയ്യാനുള്ള നിങ്ങളുടെ ചിന്തകൾ തൊട്ട് അടുത്ത നിമിഷം മുതൽ നിങ്ങളുടെ മനസ്സിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഇതിൽ ചിന്തിക്കാത്തൊരു മനുഷ്യനില്ല. ഇപ്പൊ ഒരു സ്വന്തം മകനോ മകൾക്കോ മക്കൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അസുഖമോ വല്ലതും വന്നാൽ എന്ത് ചെയ്യും, ഇത് ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ആരെ കാണിക്കണം, ഇതെല്ലാം നിങ്ങളുടെ മനസ്സിൽ ചിന്തകൾ വന്നുകൊണ്ടേയിരിക്കും.
ഇതാണ് ശരിക്കും പറഞ്ഞ പ്രാർത്ഥന. പക്ഷെ നിങ്ങളത് തിരിച്ചറിയുന്നില്ലെന്നേ ഉള്ളൂ. നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് അങ്ങോട്ട് കാര്യങ്ങൾ പറയുകയും ചോദിക്കുകയും ചെയ്യുന്നതാണ് ഈ ചിന്തകൾ. നിങ്ങൾ ഉള്ളിലൂടെ നിങ്ങൾ പോലും അറിയാതെ ദൈവം വെച്ചിരിക്കുന്ന പ്രോഗ്രാമാണ്. എല്ലാ ജീവജാലങ്ങളും ഒരു വിഷയമോ പ്രശ്നമോ എന്ത് വന്നാലും അവന്റെ ഉള്ളിലൂടെയുള്ള ചൈതന്യത്തോട് സംസാരിച്ചിരിക്കും. അതിൽ മാറ്റമൊന്നുമില്ല. സംസാരിക്കാത്ത മനുഷ്യനില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ, ഒരു നിരീശ്വരവാദിയായിട്ട് ഒരാൾ പറയുകയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ, ഒരു വക ചിന്തിക്കാതിരുന്നാൽ, ഒരു കാര്യത്തെക്കുറിച്ചും ചിന്തിക്കാതിരുന്നാൽ പ്രാർത്ഥിക്കുന്നില്ല എന്ന് നമുക്ക് പറയാം. ഈ പ്രാർത്ഥന എന്ന് പറയുന്നതിന്റെ അർത്ഥമേ ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, സംസാരം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരത്തിനെയാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. അല്ലാതെ ഈ ചടങ്ങ് പോലെ എവിടെയും ചെന്ന് കണ്ണടച്ചിരിക്കണം, അത് ദൈവം എടുക്കുന്ന പ്രാർത്ഥനയല്ല, അത് ചടങ്ങാണ്. ശരിക്കുള്ള പ്രാർത്ഥന നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് തന്നെ സംസാരിക്കുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥന. ഇതൊരു പ്രോഗ്രാമാണ്. ഇത് എല്ലാ ജീവജാലങ്ങളും തന്നെ സംസാരിച്ചിരിക്കും. ഈ മനുഷ്യൻ ഈ തിരിച്ചറിവ് വരുമ്പോൾ ഈ ഉള്ളിൽ ചിന്തിക്കുന്ന സംസാരം, ഉദാഹരണത്തിന് പറയാണ്, ഒരു മകന് അല്ലെങ്കിൽ പെട്ടെന്നൊരു അസുഖം വന്നു, ഇത് എവിടെ കൊണ്ടുപോകണം, ഇത് ഏത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ഏത് ഡോക്ടറെ കാണിക്കണം, ഇത് എന്തായിരിക്കും ഈ അസുഖം മാറുമോ, ഇനി എത്ര ദിവസം ഇതിന്റെ പിറകെ പോകും, അതിനുവേണ്ടിയുള്ള കാശിനി എവിടെ നിന്ന് ഒപ്പിക്കും, എന്റെ കയ്യിൽ തികയുവോ, ഇതെല്ലാം നിങ്ങൾ ചിന്തിക്കും. ഈ ചിന്തിക്കുന്നതിന്റെ കൂട്ടത്തിലെല്ലാം ഇടയ്ക്ക് ദൈവമേ ദൈവമേ എന്നും കൂടെ ചേർത്താൽ സൃഷ്ടാവൻ ദൈവത്തോട് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നതായി. മറ്റത് സത്യം തിരിച്ചറിയാതെ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിപ്പുണ്ട്. എന്നിലൂടെ ഈ സത്യം തിരിച്ചറിയുന്നവർ ഇത്രയും കാര്യങ്ങൾ പറയുന്നതിനിടയിൽ ഇപ്പൊ തന്നെ കുട്ടി ഇതുപോലെ പെട്ടെന്ന് വയ്യാതെ, അയ്യോ എന്ത് പറ്റിയാന്തോ കൊച്ചിന്, അല്ലെങ്കിൽ എന്റെ മകക്ക്, അല്ലെങ്കിൽ എന്റെ മകൻ എന്ന് പറയുമ്പോൾ ദൈവമേ എന്ത് പറ്റിയാന്തോ, ഈ സെയിം ചിന്തികളിന്റെ കൂട്ടത്തിൽ തന്നെ ഇടയ്ക്ക് ദൈവമേ ദൈവമേ എന്നും കൂടെ നിങ്ങൾ ബോധത്തോടുകൂടി ചേർക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ പ്രാർത്ഥന കറക്റ്റായി. ഇത് തന്നെയാണ് ഞാൻ പറയുന്ന ധ്യാനവും. ഒരിടത്ത് പോയി ഇരിക്കുക, ദൈവമേ ദൈവമേ, നിങ്ങളുടെ പ്രശ്നങ്ങൾ ആദ്യം നിങ്ങൾ മനസ്സിലൂടെ തന്നെ ഒരിടത്ത് ഇരുന്നു കൊണ്ട് പറയുക. ഇപ്പൊ ഒരു വിഷയം വന്ന് ടെൻഷൻ അടിക്കുമ്പോൾ വളവളവളവളോ ഇങ്ങനെ പറയാതെ, ആ വിഷയം വരാതെ അല്ലെങ്കിൽ പ്രശ്നം വരണതിന് മുന്നമേ ഒരിടത്ത് ഇരുന്നും കൊണ്ട് നിങ്ങൾ ദൈവത്തോട് തന്നെ സംസാരിക്കുക. ഞാൻ ഇന്നൊരു ബിസിനസ് തുടങ്ങി, അല്ലെങ്കിൽ ബിസിനസ് ഇന്ന് ഇങ്ങനെ ചെയ്തു, അത് സക്സസ് ആവുമോ, ശരിയാവുമോ, ഞാനിപ്പോ ഇത്ര രൂപ അതിനുവേണ്ടി മുടക്കി, അത് നേട്ടം കിട്ടുമോ, ഇങ്ങനെ നിങ്ങൾ കാശ് മുടക്കി, ഒരു ബിസിനസ് വേണ്ടി കാശ് മുടക്കിയാലോ അല്ലെ എന്തെങ്കിലും കാര്യം ചെയ്താലോ നിങ്ങൾ സ്വാഭാവികമായി ആ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. ചിന്തിക്കാത്ത മനുഷ്യർ ഈ ഭൂമിയിൽ ഇല്ല. അപ്പൊ ആ ചിന്തിക്കുന്ന കൂട്ടത്തിൽ ദൈവമേ നമ്മൾ വിളിച്ച് ഇതേ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങി, അല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും ദൈവത്തെ തിരിച്ചറിഞ്ഞു തുടങ്ങി എന്ന് മനസ്സിലായി. ഈ തിരിച്ചറിവില്ലാത്തവരാണ് നമ്മൾ ശരിക്കും പറഞ്ഞ ഒരു വിഷയത്തിന്മേൽ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു, എന്നിട്ടാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് എവിടെയെങ്കിലും പോയി കാശും കൊടുത്ത് വണ്ടിക്കൂലിയും കളഞ്ഞ് ഏതെങ്കിലും സ്ഥലത്ത് പോയി കണ്ണു അടച്ച്, അതൊരു ചടങ്ങാണ്. അത് ഏതോ അദൃശ്യശക്തികളോട് എവിടെയോ ഇരിക്കുന്ന സാധനത്തിനോട്, ഇനി ചിലപ്പോൾ അവിടെ പോസിറ്റീവായിരിക്കാം, ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും, അവിടെ പോയി നിങ്ങൾ എന്തോ വളവള പറയുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ വിഷയം സംഭവിക്കുന്ന സമയത്തും അല്ലെങ്കിൽ വിഷയം സംഭവിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഇതേ സാധനം നിങ്ങൾ വീട്ടിലിരുന്ന് ഒറ്റയ്ക്കിരുന്ന് ചുമ്മാ ഇരുന്ന് ചിന്തിക്കുക. ഇത് തന്നെയാണ് ഞാൻ പറയുന്ന ധ്യാനം. വെറുതെ ചിന്തിക്കുക. ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഈ സത്യം തിരിച്ചറിയണമെന്നേ ഉള്ളൂ. ഈ ചിന്തിക്കുന്നതെല്ലാം ദൈവം കേട്ടോണ്ടിരിപ്പുണ്ട്. അപ്പൊ ദൈവമേ എന്ന് മനസ്സുകൊണ്ട് സങ്കല്പിച്ചിട്ട് ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുക. ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത് തന്നെയാണ് ശരിക്കും പറഞ്ഞ ഞാൻ പറയുന്ന ധ്യാനം. അപ്പൊ ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ഇരിപ്പ്, ദൈവമേ എന്ന് വിളിച്ചും കൊണ്ട് നിങ്ങളുടെ വിഷയങ്ങൾ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് തന്നെയാണ് പ്രാർത്ഥന, ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള എന്റെ ധ്യാനം. ഇനി രണ്ടാമത്തെ പടി ആയിട്ട് ഞാൻ പറയുന്നത്, ആദ്യം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ വേറെ ചിന്തകളോ ഒന്നും വരാതെ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് അതിൽ തന്നെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത്, ആ വിഷയത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങളുടെ ഉള്ളിലുള്ള ദൈവത്തോട് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. അപ്പം ഉള്ളിൽ നിന്ന് ചിലപ്പം മറുപടി ലഭിക്കുന്നതായിട്ട് പെട്ടെന്ന് ചില തോന്നലുകൾ പോലെയോ ചിലപ്പോൾ ശബ്ദം പോലെയോ ഒക്കെ നിങ്ങൾക്ക് കിട്ടിയെന്നിരിക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആത്മാവിനെ വളർത്തിക്കൊണ്ടുവരണം. അപ്പൊ നമ്മൾ ആത്മാവ് വളർന്നാൽ മാത്രമേ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മൂന്നാമത്തെ സ്റ്റെപ്പിൽ ദൈവത്തിന്റെ ആ പോസിറ്റീവ് ശക്തി നമ്മളിലേക്ക് കൂടുതൽ കൂടുതൽ വരുമ്പോൾ ഈ നെഗറ്റീവ് പുറത്തു പോകുന്ന പ്രക്രിയ നടക്കണമെങ്കിൽ നമ്മുടെ ആത്മാവ് അത്രയും വളരണം. നമ്മൾ ആത്മാവ് എത്രത്തോളം വളരുന്നു അതനുസരിച്ച് പ്രകൃതിയിലുള്ള പോസിറ്റീവ് ശക്തി നിങ്ങളിലേക്ക് കൂടുതൽ വരുള്ളൂ. നിങ്ങളുടെ ആത്മാവിന്റെ വളർച്ച ഇപ്പോൾ 30% ആണെങ്കിൽ നിങ്ങൾ എത്ര ഇടന്ന് പ്രാർത്ഥിച്ചാലും ഈ 30% എനർജിയെ പോസിറ്റീവായിട്ട് വരുള്ളൂ. നിങ്ങളുടെ ആത്മാവിന് 75% 80% വളർച്ചയായാൽ നിങ്ങളൊന്നും അറിയണ്ട, 80% നിങ്ങൾ പോസിറ്റീവ് ആയിരിക്കും, അല്ല മാറ്റമൊന്നുമില്ല. അപ്പൊ അത്രയും നെഗറ്റീവ് തന്നെ ഇറങ്ങിപ്പോയിരിക്കും. അപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്തോ ധ്യാനിക്കുന്ന സമയത്തോ നിങ്ങളുടെ ആത്മാവ് ഒന്ന് പവർഫുള്ളായി വരുമ്പോഴാണ്
നിങ്ങൾക്ക് ഈ തലകറക്കം, തലവേദന, വെപ്രാളം ഇങ്ങനെയൊക്കെ തോന്നുന്നത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിൽ നെഗറ്റീവ് അതിനെ റിജക്ട് ചെയ്യുന്നു, പോസിറ്റീവ് ശക്തി കൂടുതലായിട്ട് വരുന്നു എന്ന് തിരിച്ചറിയുക. അപ്പൊ കൂടുതൽ പോസിറ്റീവിനെ ശക്തിയായി പ്രാർത്ഥിക്കുകയും നെഗറ്റീവ്സിനെല്ലാം പുറത്താക്കി തരണേയും ദൈവത്തോടും കൂടെ പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്താൽ, നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. കൂടുതൽ നെഗറ്റീവ് ശക്തി നിന്ന് പുറത്തു പോണേ, എന്റെ പുറത്തു പോണേ ചിന്തിച്ചാൽ മതി. ഇടയ്ക്ക് ദൈവമേ എന്നൂടെ ചേർത്താൽ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ഇത്രയേ ഉള്ളൂ. ഇത് വ്യത്യാസം വരും. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഞാൻ പറയുന്ന കാര്യമാണ് ഈ ആത്മാവിനെ വളർത്തിയെടുക്കുക. അവിടെയാണ് ഇവിടെ എല്ലാവർക്കും പ്രശ്നം പറ്റുന്നത്. ഈ ആത്മാവിന് വളർച്ച ഇല്ലാത്തത് കാരണമാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് കുറച്ച് പോസിറ്റീവ് എനർജി വരുന്നു, ഈ തലവേദനയും ഇതൊക്കെ വരുന്നു, ഇത് ചിലപ്പോൾ കൂടി വരുന്നു, പക്ഷെ നെഗറ്റീവ്സ് അങ്ങോട്ട് വിട്ട് മാറുന്നില്ല. ഈ വിഷയം അങ്ങോട്ട് ക്ലിയർ ആകുന്നതുമില്ല. അതിന്റെ കാരണം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് കുറച്ച് പോസിറ്റീവ് ആകുന്നു, പക്ഷേ ആത്മാവിന് വളർച്ച വരാത്തത് കാരണം അത്ര കണ്ട് എനർജിയെ ഈ പ്രകൃതിയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നുള്ളൂ, നിങ്ങളിലേക്ക് വരുന്നുള്ളൂ. അപ്പൊ കൂടുതൽ വന്നാലേ നിങ്ങളിൽ നിൽക്കുന്ന വലിയ നെഗറ്റീവ് പുറത്തു പോവുകയുള്ളൂ. അപ്പൊ ചെറിയ രീതിയിൽ വരുമ്പോഴുള്ള ചെറിയ നെഗറ്റീവ്സ് ഒക്കെ പുറത്തു പോയി കാണും. അതിന്റെ വ്യത്യാസം വീട്ടിൽ നിങ്ങളുടെ കുടുംബത്തിലൊക്കെ വരികയും ചെയ്യും. പക്ഷെ കുറച്ചുകൂടെ വലിയ ലെവലിൽ ഇത് വിട്ടു പോകണമെങ്കിൽ നിങ്ങളുടെ ആത്മാവിന് അത്രയും പവർഫുൾ വേണം, നിങ്ങൾ അത്രയും വളർച്ച വേണം. അവിടെയാണ് എല്ലാവർക്കും തടസ്സം നിൽക്കുന്നത്. ഇത് ഇന്നലെയൊക്കെ ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും എനിക്ക് ദൈവം പറഞ്ഞിരുന്നത്, പലർക്കും ആത്മീയ വളർച്ച വരുന്നില്ല. ആത്മാവിനെ വളർത്താതെ അവർ പ്രാർത്ഥനയിൽ മാത്രം മുഴുകിയിരിപ്പുണ്ട്. ഈ പോസിറ്റീവ് ശക്തിയെ വരുത്തുന്ന കാര്യങ്ങൾ ഇതിലെല്ലാം അവരുടെ ശ്രദ്ധ. പക്ഷെ ഈ ആത്മാവ് വളരുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അതുകൂടെ ശ്രദ്ധിച്ച് ആത്മാവ് എത്രത്തോളം വളരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ കയ്യിൽ ഒരു കുപ്പി ഉണ്ടെങ്കിൽ, 1 ലിറ്റർ കുപ്പിയാണെങ്കിൽ 1 ലിറ്റർ കുപ്പി ഉണ്ടെങ്കിലേ 1 ലിറ്റർ വെള്ളം അതിൻ്റെ അകത്ത് കൊള്ളുള്ളൂ. ഈ 1 ലിറ്റർ കുപ്പിക്കകത്ത് 5 ലിറ്റർ വെള്ളം കൊള്ളിക്കാൻ നോക്കിയാൽ ഒരിക്കലും അതിൻ്റെ അകത്ത് നിറയില്ല. അതേപോലെ ആത്മാവിന് ഇത്രയും പവറാണെങ്കിൽ, ഇത്രയും വളർച്ച ഉണ്ടെങ്കിൽ അത്രയും പോസിറ്റീവ് ശക്തി നിങ്ങളിലേക്ക് വന്നിരിക്കും. അപ്പൊ ആത്മാവ് വളരാൻ എന്ത് ചെയ്യണം? അവിടെ ഒറ്റ വ്യവസ്ഥയേ ഉള്ളൂ. പ്രകൃതിയിൽ വെച്ചിരിക്കുന്ന വ്യവസ്ഥ, ഒരു മനുഷ്യന് വ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്. അതൊന്നും നമ്മൾ ഈ കാലത്ത് ഈ വ്യവസ്ഥയിലൊന്നും അല്ല കാര്യങ്ങൾ പോകുന്നത്, എല്ലാം തലതിരിഞ്ഞാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ശരിക്കുള്ള വ്യവസ്ഥ ആര് പാലിക്കുന്നു അവനിൽ അവന്റെ ആത്മാവ് വളർച്ച വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ വ്യവസ്ഥകൾ കംപ്ലീറ്റ് തെറ്റി നിൽക്കുന്നു. ഈ ഗുരുക്കന്മാരായി നിൽക്കുന്ന യൂട്യൂബിലും അവിടെ ഉള്ള ആൾക്കാരെല്ലാം ആത്മീയം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നതെല്ലാം പലതും തെറ്റായ കാര്യങ്ങളാണ്. ആത്മാവിന് പണമോ പ്രശസ്തിയോ വലിയ വലിയ ഉയർച്ചകളോ ധനമോ വീടോ ബംഗ്ലാവോ ഒന്നും ആത്മാവിന് വേണ്ട. പക്ഷെ ഇപ്പോഴത്തെ യൂട്യൂബിലൊക്കെ നമ്മൾ കാണുന്നതെല്ലാം നിങ്ങൾ ആത്മീയമായി വളരൂ, ലക്ഷങ്ങൾ സമ്പാദിക്കും, കോടികൾ സമ്പാദിക്കും എന്ന ലെവലിൽ കാശ് കൊടുത്ത് പഠിച്ചാൽ നിങ്ങൾക്ക് അതനുസരിച്ച് കിട്ടും. ഇങ്ങനെയൊന്നും ആത്മീയത്തിലില്ല. ആത്മീയം എന്ന് പറഞ്ഞത് ഈ ഭൂമിയിൽ കാണുന്ന സകല സാധനങ്ങളും ഉപേക്ഷിക്കുന്ന ലെവലിലേക്ക് ഒരു മനുഷ്യൻ എത്തുക എന്നുള്ളതാണ് അവന്റെ ആത്മീയം. അപ്പൊ ആ ലെവലിലേക്ക് എത്തണമെങ്കിൽ അവന്റെ ആഗ്രഹങ്ങൾ തീരണം. ഇപ്പൊ എനിക്ക് ആഹാരം കഴിക്കാൻ പോലും വലിയ നിവൃത്തിയില്ലാത്ത എനിക്ക് ആഹാരത്തോട് വലിയ കൊതിയും 4 നേരം അല്ലെങ്കിൽ 3 നേരം നല്ലോണം ആഹാരം കഴിക്കണം എന്നുള്ള ആഗ്രഹം നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ആത്മീയ വളർത്തിയാലും ഈ ആഗ്രഹം കിടക്കുന്നത് കാരണം അവന് ആത്മീയ വളർച്ച വരില്ല, അവന് മോക്ഷവും കിട്ടില്ല. അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഈ ആഗ്രഹങ്ങൾ തൽക്കാലം സോൾവായി മാറാൻ വേണ്ടിയിട്ടാണ് ഭൗതിക തലത്തിലുള്ള നിങ്ങളുടെ വിഷയങ്ങളും പ്രശ്നങ്ങളും സോൾവായി നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സുകൊണ്ട് സന്തോഷിക്കണം എന്ന് ഈ ഒരു വസ്തുത ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഫസ്റ്റ് നിങ്ങളുടെ വിഷയങ്ങളും പ്രശ്നങ്ങളും സോൾവ് ആക്കിയിട്ട് വേണം നിങ്ങൾ ആത്മീയത്തിൽ ഇറങ്ങാൻ. അത് സോൾവായി കഴിയുമ്പോൾ നിങ്ങളുടെ അത്യാഗ്രഹമോ അതിയായ ആഗ്രഹങ്ങളൊക്കെ തന്നെ മാറിയിരിക്കും. കാരണം നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ മാത്രം അവിടെ ക്ലിയർ ആയി കഴിഞ്ഞിരിക്കും. അതിമോഹം അല്ലെ അത്യാഗ്രഹമുള്ള ഒരു വ്യക്തിക്ക് ആത്മീയത്തിലേക്ക് വരാനേ കഴിയൂല. അത് ആദ്യം മനസ്സിലാക്കണം. ആവശ്യങ്ങൾ ക്ലിയർ ചെയ്യണം. നിങ്ങൾ ആവശ്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് കടമകളെല്ലാം പൂർത്തീകരിച്ചാൽ മാത്രമേ ആത്മീയത്തിലേക്ക് നിങ്ങൾക്ക് പോയിട്ട് ഉപയോഗമുള്ളൂ. ഇല്ലെങ്കിൽ വെറുതെ കറങ്ങി നടന്നിട്ട് അടുത്ത ജന്മം എടുത്ത് ഇവിടെ തെറ്റിയതിന് ഉള്ള ശിക്ഷയും കൂടെ അനുഭവിച്ചിട്ടായിരിക്കും അടുത്ത ജന്മം എടുക്കേണ്ടി വരുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മുടെ പ്രശ്നങ്ങളും വിഷയങ്ങളും സോൾവ് ചെയ്യുക. ഇതൊക്കെയാണ് ഞാൻ 2ാം സ്റ്റെപ്പായിട്ട് നിങ്ങളത് പറഞ്ഞിരുന്നത്. ഈ 2ാമത്തെ പടി കഴിഞ്ഞാലേ ഈ അവസാനം നെഗറ്റീവ്സിനെ പുറത്താക്കുന്ന 3ാമത്തെ പടിയിലേക്ക് നിങ്ങൾക്ക് പറ്റുള്ളൂ. അപ്പൊ 2ാമത്തെ പടിയിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം പറഞ്ഞ പോലെ എന്റെ ധ്യാനം ഉണ്ടല്ലോ, നമ്മൾ തന്നെ നമ്മുടെ മനസ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, സംസാരിച്ചുകൊണ്ടിരിക്കുക. അതിൽ എവിടെയാണോ നിങ്ങൾ നെഗറ്റീവായി നിൽക്കുന്നത്, നിങ്ങൾക്ക് പോസിറ്റീവ് ആകാൻ ഇനി അടുത്ത് എന്താണ് ചെയ്യേണ്ടത്, ഞാൻ എവിടെയാണ് നന്നാകേണ്ടത്, ഏതൊക്കെ മേഖലയിലാണ് ഞാൻ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയൊക്കെയുള്ള പേഴ്സണലായിട്ട്. ഇപ്പൊ എനിക്ക് പബ്ലിക്കായിട്ട് പറയുമ്പോൾ കോമൺ ആയിട്ട് ചില പ്രകൃതിയിൽ മനുഷ്യന് വെച്ചിരിക്കുന്ന വ്യവസ്ഥകളും കാര്യങ്ങളും പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഇതൊക്കെ അറിയണമെങ്കിൽ എന്റെ മെസ്സേജ് കേൾക്കുന്നവർ എന്റെ മുൻ മെസ്സേജുകളെല്ലാം കേട്ടു നോക്കിയാൽ നമ്മുടെ ഈ കാലഘട്ടത്ത് മൊത്തം തലതിരിഞ്ഞിരിക്കുമ്പോൾ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകളും ഈ നെഗറ്റീവ് നമ്മളിലേക്ക് വലിഞ്ഞു കയറുന്ന കള്ളക്കളികളും ഇതെല്ലാം ഞാൻ എന്റെ മുൻ മെസ്സേജുകളിലൂടെ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കേട്ടു നോക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥകളും പ്രകൃതിയിലെ ആ ശരി തെറ്റതൊക്കെ തിരിച്ചറിയാൻ പറ്റും. അതൊക്കെ തിരിച്ചറിഞ്ഞിട്ട്
നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഈ മെസ്സേജ് കേട്ടതിന് ശേഷം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ആത്മാവ് തന്നെ ശരിയും തെറ്റും പറയാൻ തുടങ്ങും. തോന്നൽ പോലെ ഇത് തെറ്റിപ്പോയി, ഇത് ശരിയായിരുന്നു, ഇങ്ങനെ വേണം ആയത് ചെയ്യേണ്ടിയിരുന്നത്, ഇതൊക്കെ അബദ്ധമായിപ്പോയി, ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ഉള്ളിൽ മനസാക്ഷിയായിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ സംസാരങ്ങൾ വരും. ചിന്തകളായിട്ട് തന്നെ തുടക്കം വരുന്നത്. ചിന്തകളായിട്ട് തന്നെ വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്നും നിങ്ങൾക്ക് തോന്നലായി വരുന്ന തെറ്റുകളെല്ലാം ആദ്യം ക്ലിയർ ചെയ്യണം. ഇതൊക്കെ രണ്ടാമത്തെ ഈ പടിയിലുള്ള കാര്യങ്ങളാണ്. ഫസ്റ്റ് ആത്മാവ് വളരാൻ വേണ്ടിയുള്ള വഴികളാണ് ഈ പറഞ്ഞിരുന്നത്. ശരിയും തെറ്റും തിരിച്ചറിയുക, മാക്സിമം തെറ്റുകളെല്ലാം അവോയ്ഡ് ചെയ്ത് ശരിയാവാൻ നോക്കുക. എത്രത്തോളം നിങ്ങൾ ശരിയാകുമോ, എത്രത്തോളം നിങ്ങൾ വ്യവസ്ഥകൾ അനുസരിച്ച് ജീവിക്കുവോ, അത്രത്തോളം ആത്മാവ് പവർഫുൾ ആവും, അത്രയും ആത്മാവ് വളരും. അപ്പൊ ഈ കുറെ കഴിയുമ്പോഴത്തേക്കും ഇനി അടുത്ത പടി എവിടെയൊക്കെ റെഡിയാകേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് സംശയം വരും. ഉള്ളിൽ നിന്ന് തോന്നലായിട്ട് കിട്ടൂല. അപ്പോ നിങ്ങൾ തന്നെ ധ്യാനത്തിലൂടെ ദൈവത്തോട് ചോദിക്കണം. നിങ്ങളുടെ ഉള്ളിലുള്ള ചൈതന്യത്തോട് ചോദിച്ചാൽ മതി, ഇനി എവിടെയാണ് ഞാൻ ശരിയാവേണ്ടത്, എന്റെ കുടുംബത്തിൽ അല്ലെ എന്റെ ജീവിതത്തിൽ എവിടെയൊക്കെ എനിക്ക് തെറ്റ് പറ്റുന്നുണ്ട്, ഇപ്പോഴും എവിടെയൊക്കെയാണ് നെഗറ്റീവ് ഉള്ളത്, എന്തൊക്കെയാണ് ഞാൻ മാറേണ്ടതെന്ന് പറയുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലുള്ള നിങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ ഫസ്റ്റ് തിരിച്ചറിയേണ്ടതാണ്. ഇത് നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞുതരാൻ പറ്റൂല. അത് സൃഷ്ടാവാൻ ദൈവം തന്നെ ചില സ്വപ്നത്തിലൂടെയോ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശബ്ദത്തിലൂടെയോ അതിശക്തമായ തോന്നലുകളിലൂടെയോ അല്ലെങ്കിൽ ചില ദർശനങ്ങളിലൂടെയൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളിലുള്ള തെറ്റുകുറ്റങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരും. ഒരു മാറ്റമൊന്നുമില്ല, കണ്ടിരിക്കും. അപ്പൊ അത് കണ്ട് മനസ്സിലാക്കി അത് തിരിച്ചറിഞ്ഞ് നിങ്ങൾ പിന്നെയും അതൊക്കെ അവോയ്ഡ് ചെയ്ത് പ്രകൃതിയുടെ വ്യവസ്ഥ അനുസരിച്ച് നിങ്ങളുടെ ഫാമിലി ലൈഫിലും ചേഞ്ചസ് വരുമ്പോൾ നിങ്ങളുടെ ആത്മാവ് കുറേക്കൂടെ പവർഫുൾ ആവും. അത്രയും ആയതിനു ശേഷമാണ് ഈ മൂന്നാം പടിയായിട്ട് ഈ ഇനി എന്തെങ്കിലും നെഗറ്റീവ്സിലൊക്കെ ഉണ്ടെങ്കിൽ അതിനെ അപ്പൊ നിങ്ങൾ ഇതൊക്കെ പ്രവൃത്തിയൊക്കെ ചെയ്താലും ശ്രമിച്ചാലും നിങ്ങളുടെ ആത്മാവ് വളർന്ന് വന്നാലും ഈ വലിഞ്ഞു കയറിയ നെഗറ്റീവ്സ് ഒന്നും പെട്ടെന്ന് നിങ്ങളെ വിട്ടു പോവില്ല. കാരണം അഥവാ നിങ്ങൾ ഇനി പഴയതുപോലെ തെറ്റി കൂടെ കയ്യിൽ കിട്ടിയാലോ എന്ന് വിചാരിച്ച് ഇവരൊക്കെ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒളിഞ്ഞുകൂടി മിണ്ടാതെ സൈലന്റ് ആയിട്ടിരിക്കും. നിങ്ങൾ ആത്മാവ് വളരുന്നു, ഇവർക്ക് അനങ്ങാൻ പറ്റുന്നില്ല, ഇവർ മിണ്ടാതെ രഹസ്യത്തിൽ മിണ്ടാതിരിക്കും, നെഗറ്റീവ് എനർജി നിങ്ങളിൽ ഒതുങ്ങിയിരിക്കും, മാറ്റമൊന്നുമില്ല. പക്ഷെ ഇവരിനി പുറത്തു പോകണം എന്ന ലെവലിലാണ് അടുത്ത മൂന്നാമത്തെ സ്റ്റേജ് വരുന്നത്. മൂന്നാമത്തെ സ്റ്റേജിൽ നിങ്ങൾ കൂടുതൽ പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് ഈ നെഗറ്റീവ് എനർജിക്ക് നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കാൻ കഴിയില്ല. അവർക്ക് അവിടെ വെപ്രാളങ്ങളും അവരുടേതായിട്ടുള്ള അനുഭവങ്ങളും നമ്മുടെ ഉള്ളിലുള്ള അടുത്ത ഡയമെൻഷനിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അവർ റിജക്ട് ചെയ്യാൻ തുടങ്ങും. നിങ്ങളുടെ പ്രാർത്ഥന നിർത്തിക്കാനും അല്ലെങ്കിൽ ഇനി ആ പോസിറ്റീവ് എനർജിക്ക് നിങ്ങളിലേക്ക് വരാനും നിങ്ങളുടെ ആത്മാവിനെ ഇനിയും വളരാൻ സമ്മതിക്കാത്ത ലെവലിൽ ഇവർ തടസ്സം ചെയ്ത് തുടങ്ങുമ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തലകറക്കവും ഇങ്ങനെയൊക്കെ ഉള്ള അനുഭവങ്ങൾ വന്നു തുടങ്ങുന്നത്. അത് ദോഷകരമായ മോശപ്പെട്ട അനുഭവങ്ങൾ. ഇനി നല്ല അനുഭവങ്ങളുണ്ട്. ചൂടൊക്കെ നല്ല അനുഭവമാണ്, തണുപ്പും നല്ല അനുഭവമാണ്. ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിലെ ചില നെഗറ്റീവ് ശക്തികളെ വൃത്തിയാക്കി അവരെ നശിപ്പിച്ച് നിങ്ങളെ ശുദ്ധീകരിക്കാൻ വേണ്ടി വരുന്ന അനുഭവങ്ങളാണ് ഇതെല്ലാം. രോമാഞ്ചം പോലുള്ള ചില അനുഭവങ്ങൾ വരുന്നെങ്കിൽ നിങ്ങളുടെ ആത്മാവ് വളരെ സന്തോഷകരമായി ഹാപ്പി ആയിക്കൊണ്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയണം. ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ഈ നെഗറ്റീവ് ശക്തികൾ പതുക്കെ തലവൊക്കി റിജക്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോഴാണ് ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ ചെയ്താൽ നിങ്ങൾക്ക് ജയിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. പക്ഷെ ആദ്യമേ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ ശക്തി വരും, ഈ പ്രകൃതിയിലുണ്ടത്. ഞാൻ ഈ പറയുന്നത് കേട്ടും കൊണ്ട് സൃഷ്ടാവൻ ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രകൃതിയിൽ നിന്നും ആ ദൈവം ആ എനർജി, പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് സ്വാധീനം ചെലുത്തി വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ നിങ്ങളുടെ ആത്മാവിന് ഒട്ടും ബലമില്ലാത്തത് കാരണം, വളർച്ചയില്ലാത്തത് കാരണം നിങ്ങളിലുള്ള നെഗറ്റീവ് വിട്ടു പോകാതെ നിങ്ങളുടെ മാക്സിമം ഇവർ ഈ നെഗറ്റീവ് ശക്തികൾ പീഡിപ്പിക്കും. അതാണ് പലർക്കും പ്രാർത്ഥിക്കുമ്പോൾ വെപ്രാളവും തലവേദന ബുദ്ധിമുട്ട് വന്നിട്ട് അത് കൂടിക്കൂടി വരുന്നെങ്കിൽ അതിനർത്ഥം നിങ്ങളിലുള്ള നെഗറ്റീവ് നിങ്ങളുടെ പോസിറ്റീവിനെ കാട്ടിയും ശക്തി കൂടി നിൽപ്പുണ്ട്. അപ്പൊ അത്തരക്കാർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇനിയും കിടന്ന് പ്രാർത്ഥിച്ച് കൂടുതൽ വയ്യാതാകുന്നതിന് മുന്നമേ മാക്സിമം എന്റെ മെസ്സേജുകളെ കേട്ട് എവിടെയാണോ നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിത രീതികളിലും നിങ്ങളുടെ കാഴ്ചപ്പാടിലും എവിടെയൊക്കെയാണോ പോസിറ്റീവ് ആവേണ്ടത്, പ്രകൃതി വെച്ചിരിക്കുന്ന വ്യവസ്ഥ എവിടെയൊക്കെയാണോ നിങ്ങൾ പാലിക്കേണ്ടത് അതെല്ലാം വീണ്ടും ശ്രമിച്ച് പാലിക്കുക. ഇതൊക്കെ പാലിച്ച് വന്നാൽ മാത്രമേ നിങ്ങളുടെ പ്രാർത്ഥനയിൽ നെഗറ്റീവ്സ് വിട്ടുപോകുള്ളൂ എന്ന സത്യം തിരിച്ചറിയണം. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.